ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ച TTEയെ യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന സംഭവത്തിൽ FIR പുറത്ത്. എറണാകുളം സൗത്തിലെ TTEയായ വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നുവെന്ന് തൃശൂർ റെയിൽവേ പോലീസ് FIRൽ വ്യക്തമാക്കി. പ്രതി ഒഡീഷ ഗഞ്ചാം ബഡഗോച്ച സ്വദേശി രജനീകാന്ത രണജിത്തിനെതിരെ IPC 302 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 7 മണിക്ക് എറണാകുളം പാറ്റ്ന എക്സ്പ്രസിലെ S11 കോച്ചിലായിരുന്നു സംഭവം. ട്രെയിൻ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് അക്രമം ഉണ്ടായത്. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയായിരുന്ന രജനീകാന്തയോട് TTE വിനോദ് ഫൈനടക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ വിരോധത്തിൽ കോച്ചിന്റെ പിൻഭാഗത്ത് വലതുവശം ഡോറിന് അഭിമുഖമായി നിന്നിരുന്ന TTEയെ പിറകിൽ നിന്ന് ഇരു കൈകൾ കൊണ്ട് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് FIRൽ വിശദമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതിയുടെ പ്രവൃത്തിയെന്നും FIRലുണ്ട്. ട്രെയിൻ പാലക്കാട് എത്തിയപ്പോഴാണ് പ്രതി രജനീകാന്തയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ മറ്റു യാത്രക്കാരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് കഴിഞ്ഞ മാസം 27-നാണ് എറണാകുളത്തെ മഞ്ഞുമൽ മൈത്രി നഗറിൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത്. ഇന്ത്യൻ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന് കീഴിലെ എറണാകുളം സൗത്തിൽ സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ചെക്കിംഗ് സ്ക്വാഡായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. റെയിൽവേ ജീവനക്കാരനായിരുന്ന പിതാവ് വേണുഗോപാലൻ നായർ 2002-ൽ മരിച്ചതിനെ തുടർന്നാണ് വിനോദിന് ജോലി ലഭിച്ചത്. ചില സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേസമയം വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പ്രതിയുമായുള്ള തെളിവെടുപ്പും ഇന്ന് നടന്നേക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പൊതുവെ ട്രെയിനുകളിൽ പലരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഈ സമയത്തെല്ലാം TTEമാർ പലപ്പോഴും വഴക്ക് പറയുകയും മറ്റും ചെയ്യാറുമുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുകയോ ട്രെയിനിൽ നിന്ന് ഇറക്കിവിടുകയോ വിനോദ് ചെയ്തിട്ടില്ല. ഈ അടുത്താണ് വിനോദ് എറണാകുളം മഞ്ഞുമലിൽ പുതിയ വീട് പണിതത്. അതിന്റെ സന്തോഷവും സഹപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്.